everyone, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് പൈനാപ്പിൾ ആഡ് ചെയ്യുക. പൈനാപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 to 3 ടീസ്പൂൺ ഓഫ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് ഒത്തിരി വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് പുട്ട് നനയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 to 3 കപ്സ് ഓഫ് പുട്ട് പൊടി അല്ലെങ്കിൽ റൈസ് ഫ്ലവർ യൂസ് ചെയ്യാവേ. ഞാനിവിടെ റൈസ് ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരുന്ന പുട്ടുപൊടി ഫിനിഷായിപ്പോയി. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ ചിരവിയത് 1/4 കപ്പ് ആഡ് ചെയ്യുക. ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസില്ലേ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓഫ് ടർമറിക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ചായിട്ട് നമ്മളുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇത് മൊത്തത്തിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ പുട്ടിൽ നനയ്ക്കുന്നത് പോലെ തന്നെ ചെറിയ ഇത്തിരി വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ ഇത്തിരി ജ്യൂസ് ഒഴിച്ചെടുത്ത് ഇത് നന്നായിട്ട് നനച്ചെടുക്കുക. ഇത് നനച്ച് എടുത്തതിന് ശേഷം ഇത് ഒരു 20 to 30 മിനിറ്റ്സ് മാറ്റി വെക്കുക. ഞാനാണെങ്കിൽ ചക്കപ്പുട്ടും മാമ്പഴപ്പുട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ പൈനാപ്പിൾ പുട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഒരു പുതിയ എക്സ്പെരിമെൻ്റ് നടത്താമെന്ന് വിചാരിച്ച് ചെയ്തതായത്. നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ പുട്ടിന് നനച്ച് വെച്ചിരിക്കുന്ന പൊടി സെറ്റാകുന്നതിന് നമുക്ക് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഓഫ് കടുക് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറി ലീഫും ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഗ്രീൻ ചില്ലീസ് ഇടാം. ഞാൻ ഗ്രീൻ ചില്ലീസ് ആദ്യമേ ആഡ് ചെയ്യുന്നത് എനിക്കതിൻ്റെ മണം അത്ര പിടിക്കത്തില്ല, മൂക്കിലൊക്കെ അടിച്ച് കയറും, പിന്നെ ഞാൻ അവിടെ ആ സ്നീസിങ്ങും ഒക്കെ ആവും. അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ട് ഇട്ടെ. അപ്പോൾ ഗ്രീൻ ചില്ലീസിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് ഓണിയൻ ആഡ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ വൈറ്റ് കളറിലെ ഓണിയനും കിട്ടുമേ. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഞാനാണെങ്കിൽ അത് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ വൈറ്റ് ഓണിയൻ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് ആ റെഡ് ഓണിയൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഇവിടെ റെഡ് ഓണിയൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഈ റെഡ് ഓണിയനിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക്കും ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് കുക്കായതിനു ശേഷം 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്യുക. എന്നിട്ടിത് ഒരിത്തിരി ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ടൊമാറ്റോ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നമ്മളൊരു കറി പോലൊന്നും ആക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ റോസ്റ്റ്. അപ്പം ഒരു റോസ്റ്റ് പോലെ ആയാൽ മതി, നമുക്ക് ഒത്തിരി നീട്ടിയെടുക്കണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ എഗ് മസാലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കണേ. അത് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, ഒരുപാട് വെള്ളം ആയതൊരു കറി പോലെ ആവും. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിരുന്നു, ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുകൂടെ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ആഡ് ചെയ്യുകയാണേ. ഇനി അടുത്തതായിട്ട് കാഷ്യൂനട്ട് പേസ്റ്റ്. ഇത് ഓപ്ഷണലാണ്, ഇത് ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതിയേ. എനിക്ക് കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. പിന്നീട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടക്കുട്ടന്മാരെ എടുത്ത് ഈ കറിയിലേക്ക് ഇടുക. കറിയല്ലല്ലോ, എഗ് റോസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ കറി ലീഫും കുറച്ച് ഗാർണിഷ് ചെയ്ത് നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുക.
അപ്പം നമ്മുടെ പുട്ടിനി നമുക്ക് എന്തായെന്ന് നോക്കാം. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പുട്ടിൻ്റെ പൊടി നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരിക്കുന്നില്ലേ, അതിനി ഒരു പുട്ടുണ്ടാക്കുന്ന പുട്ട് മേക്കറിനകത്ത് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും പുട്ടിൻ്റെ നനച്ച് വെച്ചിരിക്കുന്ന പൊടിയും ലെയറാക്കി പുട്ടുണ്ടാക്കാനായിട്ട് വെക്കുക. ഒരു മാക്സിമം 5 to 7 minutes അത്ര മതി. അതിനുള്ളിൽ നമ്മുടെ പുട്ട് റെഡിയാവും. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കോമെൻറ്റ്സിൽ അറിയിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ പൈനാപ്പിളിൻ്റെ മധുരവും പിന്നെ നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ ആ ഒരു സ്പൈസി ടേസ്റ്റും കൂടി ആവുമ്പോൾ ഇതിൻ്റെ കോംബോ ഭയങ്കര രസമാട്ടോ. ഞാനിതിന് മുൻപേ പൈനാപ്പിൾ പുട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണേ. ഇനി നമുക്ക് എഗ് റോസ്റ്റിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. ആ കളറൊക്കെ കണ്ടില്ലേ, ടർമറിക് ആഡ് ചെയ്തുകൊണ്ടാണ് അതിനൊരു എക്സ്ട്രാ ഒരു യെല്ലോയിഷ് കളേഴ്സ് വന്നേക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ എഗ് റോസ്റ്റും കൂടി സെർവ് ചെയ്യാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്